അടുത്ത ഒരു A+ ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നു. ഇവിടെ എനിക്ക് ഷുവറായിട്ടും എഴുതിയിടാം. SSLC ക്രിസ്മസ് എക്സാമിനേഷന് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലോക്ക് പീരിയഡ് ഗ്രൂപ്പ് എന്നിവ കണ്ടുപിടിക്കാൻ. കാരണം അത്രയും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചാപ്റ്റർ തന്നെയാണിത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് സബ് ഷെല്ലും. ഇവിടെ നമ്മൾക്കറിയാം ഷെൽ കോൺഫിഗറേഷൻ ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ അറ്റോമിക് നമ്പർ 18 എലമെന്റ് ഏതാണെന്ന് അറിയത്തില്ല. അറ്റോമിക് നമ്പർ 18 ആണെന്ന് മാത്രം അറിയാം. അറ്റോമിക് നമ്പർ 18 ആണെങ്കിൽ നമ്മൾ സാധാരണ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് 288 എന്നാണ്. പക്ഷെ ഇവിടെ ഒരു മാറ്റമുണ്ട്. ഇവിടെ സബ് ഷെല്ലാണ്, ഷെല്ലിനുള്ളിലാണ് സബ്ഷെല്ലിനുള്ളിലാണ് ഓർബിറ്റൽസ്. അന്നേരം ഷെല്ലിനുള്ളിലുള്ള ഈ ഒരു സബ്ഷെല്ലിനെയാണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സബ്ഷെല്ല് കണ്ടുപിടിക്കുന്നത് അതേപോലെ അല്ല, അവിടെ ചില ആൽഫബറ്റിക്കൽ ആയിട്ടുള്ള ഷെല്ലുകളാണ് കൊടുക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ ഷെല്ലാണ് ഇവിടെ കണ്ടുപിടിക്കുന്നതെങ്കിൽ KLM N എന്നിങ്ങനെയാണ്. പക്ഷെ സബ് ഷെല്ലിന്റെ പേരെന്ന് വെച്ചാൽ SPDF എന്നീ സബ് ഷെല്ലാണ്. അന്നേരം അവിടെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴും ഈ ആൽഫബറ്റ്സ് അവിടെ വേണം. അന്നേരം എഴുതുന്നത് എന്ന് വെച്ചാൽ 1s2 2s2 2p6 3s2 3p6. ഇത് കറക്റ്റ് ആണെന്ന് നോക്കാൻ നമുക്ക് ഒരു വഴിയുണ്ട്. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടണം. 2 2 4 4 6 10 10 6 16 16 2 18. അങ്ങനെ നമുക്ക് ആ സബ്ഷെൽ എഴുതിയേക്കുന്നത് ശരിയാണെന്ന് അറിയാം. ഇവിടെ 1 മാർക്കാണ് ഇവിടെ വീഴുന്നത്. 1 മാർക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ കിട്ടും. ഇനി എങ്ങനെയാണ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്? വളരെ ഈസിയാണ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് കിടക്കുന്ന ആൽഫബറ്റ് ഏതാ? പി. അവിടുത്തെ ബ്ലോക്ക് അന്നേരം പി എന്ന് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി എങ്ങനെയാണ് പീരിയഡ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺഫിഗറേഷനിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ, ഈ ആൽഫബറ്റിന് തൊട്ട് മുന്നേ കിടക്കുന്ന നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ഏതാന്ന് നോക്കിയാൽ 3 ആണെന്ന് മനസ്സിലാവും. ഇവിടെയൊക്കെ 2 2 1 3 ആണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്ന പീരിയഡ് 3 ആണെന്ന് പറയാം. എങ്ങനെയാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ സബ്ഷെല്ലിനും ഓരോ ടൈപ്പിലാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്. എസ് സബ്ഷെൽ ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പേ കിടക്കുന്ന ആ ഒരു ഇലക്ട്രോണിന്റെ എണ്ണം അതേപോലെ എഴുതണം. പി സബ്ഷെല്ലാണെങ്കിൽ 12 ആ ഒരു ഇലക്ട്രോണിന്റെ കൂടെ കൂട്ടണം. ഇവിടെ 12 മേളിൽ കിടക്കുന്ന 6ന്റെ കൂടെ കൂട്ടുമ്പോൾ 18 ആണെന്ന് മനസ്സിലാവും. അവിടെ ഇവിടുത്തെ ഈ ഗ്രൂപ്പ് നമ്പർ എന്ന് വെച്ചാൽ 18 ആണ്, പീരിയഡ് എന്ന് വെച്ചാൽ 3 ആണ്, ബ്ലോക്ക് എന്ന് വെച്ചാൽ പി ആണ്. ഇവിടെ 2 മാർക്കാണ് വീഴുന്നത്. ആൻസർ ശരിയാണോ നമുക്കൊന്ന് നോക്കാം. അതേ ആൻസർ ആണ് വന്നത്. 3p6, പീരിയഡ് 3, ബ്ലോക്ക് പി, ഗ്രൂപ്പ് 18. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ ആ ഡൗട്ട് അന്നേരം തന്നെ തീർക്കാം. താങ്ക് യു.